നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ഈ ജ്യോതിഷ വീഡിയോ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട മകരം രാശിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ഈ പ്രവചനങ്ങൾ ഗ്രഹങ്ങളുടെ നിലവിലെ സ്ഥിതി, ഏതൊക്കെ ഗ്രഹങ്ങൾ എവിടെയൊക്കെ ഇരിക്കുന്നു, അവരുടെ ദൃഷ്ടി എവിടെയൊക്കെയാണ്, എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള വിശദീകരണമാണ്. നിങ്ങളുടെ ജന്മരാശിയുടെ അധിപനായ ശനി 3-ാം ഭാവത്തിൽ ചൊവ്വയോടൊപ്പം ഇരിക്കുന്നു. 2-ാം ഭാവത്തിൽ രാഹുവും, 4-ാം ഭാവത്തിൽ സൂര്യനും ബുധനും, 5-ാം ഭാവത്തിൽ ശുക്രനും, 6-ാം ഭാവത്തിൽ വ്യാഴവും, 8-ാം ഭാവത്തിൽ കേതുവും സ്ഥിതി ചെയ്യുന്നു. മകരം രാശിക്കാരുടെ ഈ മാസത്തെ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി പറയുന്നു. ജ്യോതിഷപ്രകാരം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ചില പ്രധാന ഘടകങ്ങളെ മുൻനിർത്തിയാണ് ഇത് വിശദീകരിക്കുന്നത്. ജ്യോതിഷത്തിൽ 1-ാം ഭാവം എന്നത് നമ്മുടെ ശരീരത്തിന്റെ ആകെത്തുകയാണ്. നമ്മുടെ ശാരീരികാരോഗ്യം, രോഗപ്രതിരോധ ശേഷി, മാനസികമായ കരുത്ത് എന്നിവയെല്ലാം ഈ ഭാവത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ മാസം നിങ്ങളുടെ രാശിനാഥനായ ശനി നിൽക്കുന്നത് 3-ാം ഭാവത്തിലാണ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കുമെന്നാണ്. ഈ മാസം വ്യാഴം നിങ്ങളുടെ 6-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6-ാം ഭാവം എന്നത് സാധാരണയായി രോഗങ്ങളെയും തടസ്സങ്ങളെയും സൂചിപ്പിക്കുന്ന ഇടമാണ്. വ്യാഴം ഇവിടെ നിൽക്കുമ്പോൾ മകരം രാശിക്കാർക്ക് ഭക്ഷണകാര്യത്തിൽ വലിയ നിയന്ത്രണം ആവശ്യമാണ്. പ്രധാനമായും ഇനി പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അമിതമായ അസിഡിറ്റി, ഗ്യാസ് എന്നിവ മൂലം അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. പെട്ടെന്ന് വണ്ണം കൂടാനോ ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞു കൂടാനോ സാധ്യതയുണ്ട്. അതിനാൽ ഈ മാസം എണ്ണമയമുള്ള ഭക്ഷണങ്ങളും മധുരവും കുറക്കുന്നത് നന്നായിരിക്കും. കൃത്യമായ വ്യായാമം ശീലിക്കുന്നത് ഈ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും. മെയ് മാസം 11-ാം തീയതി വരെ ചൊവ്വയും ശനിയും ഒരേ സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഗ്രഹങ്ങളുടെ ഈ സംഗമം മൂലം ശരീരത്തിന് അല്പം അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. അമിതമായ ജോലിഭാരം കൊണ്ടോ അല്ലാതെയോ പെട്ടെന്ന് ശരീരം തളരുന്നത് പോലെ തോന്നാം. കാലുകളിൽ വേദനയോ പേശികൾ വലിഞ്ഞു മുറുകുന്നതോ ആയ പ്രശ്നങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിന് വിശ്രമിക്കാൻ ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ മാറ്റി നിർത്തിയാൽ ഭയപ്പെടേണ്ട രീതിയിലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഈ മാസം മകരം രാശിക്കാർക്ക് കാണുന്നില്ല. ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുകയും ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുകയും ചെയ്താൽ മെയ് മാസം നിങ്ങൾക്ക് ആരോഗ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും സംബന്ധിച്ച് മെയ് മാസം വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ജ്യോതിഷത്തിൽ നമ്മുടെ ബുദ്ധിശക്തി, വിദ്യ, ഏകാഗ്രത, സർഗാത്മകത എന്നിവയെ സൂചിപ്പിക്കുന്നത് 5-ാം ഭാവമാണ്. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം എങ്ങനെയുണ്ടാകുമെന്ന് ഈ ഭാവം നോക്കിയാണ് പ്രവചിക്കുന്നത്. ഈ മാസം നിങ്ങളുടെ 5-ാം ഭാവത്തിൽ വിദ്യയുടെയും സന്തോഷത്തിന്റെയും ഗ്രഹമായ ശുക്രന്റെ സ്വാധീനമുണ്ട്. മെയ് മാസം പകുതി വരെ, അതായത് മെയ് 14 വരെ മകരം രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. ഇതിന് പ്രധാനമായും ഒരു കാരണമാണുള്ളത്. 5-ാം ഭാവത്തിന്റെ അധിപനായ ശുക്രൻ സ്വന്തം വീട്ടിൽ തന്നെ, അതായത് 5-ാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നത് പഠനത്തിൽ വലിയ പുരോഗതി നൽകും. ഈ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും മികച്ച രീതിയിൽ പരീക്ഷകൾ എഴുതാനും സാധിക്കും. നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മെയ് 14-ന് മുമ്പ് തന്നെ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. പുതിയ കോഴ്സുകൾക്കോ സ്കൂളിലോ കോളേജിലോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുയോജ്യമാണ്. എൻട്രൻസ് പരീക്ഷകൾക്കോ മറ്റോ ഉള്ള പ്രത്യേക പരിശീലന ക്ലാസുകളിൽ ചേരാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് ഈ കാലയളവിൽ ചെയ്യുന്നതാണ് ഉചിതം. മെയ് 14-ന് മുമ്പ് നടക്കുന്ന പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. മെയ് 14 കഴിഞ്ഞാൽ ശുക്രൻ 5-ാം ഭാവത്തിൽ നിന്ന് 6-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. 6-ാം ഭാവം എന്നത് തടസ്സങ്ങളുടെയും വെല്ലുവിളികളുടെയും സ്ഥാനമാണ്. ഈ സമയം പഠനത്തിൽ മുമ്പുണ്ടായിരുന്ന താല്പര്യം കുറയാനോ ഏകാഗ്രത നഷ്ടപ്പെടാനോ സാധ്യതയുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറി മറ്റെന്തെങ്കിലും വിനോദങ്ങളിലോ അനാവശ്യ ചിന്തകളിലോ സമയം കളയാനിടവരും. കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം ഈ സമയത്തുണ്ടാകാം. മെയ് മാസം ആദ്യ പകുതി നിങ്ങൾക്ക് പഠനത്തിന് ലഭിച്ച വലിയൊരു അവസരമാണ്.
പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം ഈ സമയത്ത് തന്നെ എടുക്കുക. മാസത്തിന്റെ രണ്ടാം പകുതിയിൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. മെയ് മാസം മകരം രാശിക്കാർക്ക് ബന്ധങ്ങളുടെ കാര്യത്തിൽ സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. മാസത്തിന്റെ ആദ്യ പകുതിയും രണ്ടാം പകുതിയും തമ്മിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജ്യോതിഷത്തിൽ 5-ാം ഭാവം എന്നത് പ്രണയത്തിന്റെയും വികാരങ്ങളുടെയും കേന്ദ്രമാണ്. പ്രണയത്തിന്റെ ഗ്രഹമായ ശുക്രൻ മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ 5-ാം ഭാവത്തിൽ തന്നെയുണ്ട്. ഇതിനർത്ഥം മാസത്തിന്റെ ആദ്യ 2 ആഴ്ച പ്രണയബന്ധങ്ങളിൽ വളരെ സന്തോഷവും അടുപ്പവും അനുഭവപ്പെടുമെന്നാണ്. പരസ്പര ധാരണയും സ്നേഹവും ഈ സമയത്ത് വർദ്ധിക്കും. മെയ് 14-15 തീയതികൾക്ക് ശേഷം ശുക്രൻ നിങ്ങളുടെ 6-ാം ഭാവത്തിലേക്ക്, അതായത് പ്രശ്നങ്ങളുടെയും തർക്കങ്ങളുടെയും സ്ഥാനത്തേക്ക് മാറുന്നു. അവിടെ ശുക്രൻ വ്യാഴത്തോടൊപ്പം ചേരുന്നു. ഇത് ബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. മെയ് 15 മുതൽ 25 വരെയുള്ള ഈ 10 ദിവസങ്ങളിൽ പ്രണയിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ നിസ്സാരമായ കാര്യങ്ങളെ ചൊല്ലി വലിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുന്നതും പങ്കാളിയുടെ ഇഷ്ടങ്ങളെ മാനിക്കുന്നതും ബന്ധം വഷളാകാതിരിക്കാൻ സഹായിക്കും. വിവാഹ ജീവിതത്തെയും പങ്കാളിയുമായുള്ള ബന്ധത്തെയും സൂചിപ്പിക്കുന്നത് 7-ാം ഭാവമാണ്. മകരം, കുംഭം, കർക്കിടകം, ചിങ്ങം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർക്ക് ദാമ്പത്യത്തിൽ സ്വാഭാവികമായും ചില വെല്ലുവിളികൾ ഉണ്ടാകാറുണ്ട്. ഇതിന് കാരണം മകരം, കുംഭം രാശികളുടെ അധിപനായ ശനിയും ചന്ദ്രനും വിപരീത സ്വഭാവമുള്ളവരാണ് എന്നതാണ്. ശനി അച്ചടക്കത്തെയും ഗൗരവത്തെയും സൂചിപ്പിക്കുമ്പോൾ ചന്ദ്രൻ വികാരങ്ങളെയും വേഗതയെയും സൂചിപ്പിക്കുന്നു. ഈ വൈരുദ്ധ്യം ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് നയിക്കാം. ഈ മാസത്തെ ആദ്യ 10 ദിവസങ്ങളിൽ ചൊവ്വയും ശനിയും ഒരേ സ്ഥാനത്ത് നിൽക്കുന്നു. ഇത് നിങ്ങളുടെ സ്വഭാവത്തിൽ അല്പം മുൻകോപമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ക്ഷമ കുറയുകയും പങ്കാളിയോട് പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ചെയ്തേക്കാം. ചൊവ്വയും ശനിയും ഒന്നിച്ചു നിൽക്കുന്ന ഈ സമയത്ത് വിട്ടുവീഴ്ച എന്ന വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. പങ്കാളി പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കാനും ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. മെയ് 11 ശേഷം ഈ പിരിമുറുക്കം കുറയാൻ തുടങ്ങും. ഈ മാസം മകരം രാശിക്കാർക്ക് പ്രണയത്തിലും ദാമ്പത്യത്തിലും ആദ്യ പകുതി മികച്ചതായിരിക്കും. എന്നാൽ മാസത്തിന്റെ മധ്യഭാഗം മുതൽ സംസാരത്തിലും പെരുമാറ്റത്തിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെറിയ തർക്കങ്ങൾ അവഗണിക്കുന്നതും ക്ഷമയോടെയിരിക്കുന്നതും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ നിങ്ങളെ സഹായിക്കും. മെയ് മാസം നിങ്ങളുടെ തൊഴിൽ രംഗത്തും സാമ്പത്തിക കാര്യങ്ങളിലും വളരെ നിർണായകമായ ചില മാറ്റങ്ങൾ ഉണ്ടാകും. ഗ്രഹങ്ങളുടെ സ്ഥാനം നിങ്ങൾക്ക് അനുകൂലമായ ചില അവസരങ്ങൾ നൽകും. ജ്യോതിഷത്തിൽ 9-ാം ഭാവമാണ് ഭാഗ്യത്തെയും ദൈവാനുഗ്രഹത്തെയും സൂചിപ്പിക്കുന്നത്. മകരം രാശിക്കാരുടെ ഭാഗ്യത്തിന്റെ അധിപൻ ബുധനാണ്. ഈ മാസം ബുധന്റെ സ്ഥിതി വളരെ ശക്തമായതുകൊണ്ട് ഭാഗ്യം നിങ്ങളെ തുണക്കും. മെയ് 15 കഴിഞ്ഞാൽ ബുധൻ നിങ്ങളുടെ 5-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ഇത് ഭാഗ്യത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കും. ഈ സമയത്ത് ഷെയർ മാർക്കറ്റ്, ട്രേഡിംഗ്, ചിട്ടി അല്ലെങ്കിൽ മറ്റ് പുതിയ നിക്ഷേപങ്ങൾ എന്നിവ തുടങ്ങുന്നത് ഗുണകരമായിരിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭാഗ്യത്തിന്റെ പൂർണ്ണ പിന്തുണ ഈ കാലയളവിൽ ലഭിക്കും. നിങ്ങളുടെ തൊഴിൽ മേഖലയെ സൂചിപ്പിക്കുന്നത് 10-ാം ഭാവമാണ്. മെയ് 11 ശേഷം ചൊവ്വയുടെ സ്വാധീനം മൂലം കരിയറിൽ വലിയ മുന്നേറ്റമുണ്ടാകും. ജോലിയിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും നിങ്ങൾക്ക് വർദ്ധിക്കും. മുടങ്ങിക്കിടന്ന ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. നിങ്ങളുടെ രാശിനാഥനായ ശനി 3-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് മനസ്സ് ഇടയ്ക്ക് ചഞ്ചലപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ജോലിയെ ബാധിച്ചേക്കാം. ചിലപ്പോൾ വളരെ ആവേശത്തോടെ 2 ദിവസത്തെ ജോലി 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ തീർക്കും. എന്നാൽ മറ്റു ചിലപ്പോൾ ചെറിയൊരു ജോലി പോലും ചെയ്യാൻ തോന്നാത്ത വിധം അലസത അനുഭവപ്പെട്ടേക്കാം. മെയ് 14 ശേഷം ജോലി സ്ഥലത്ത് നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്ന ശത്രുക്കളോ ചെറിയ രീതിയിലുള്ള ഗ്രൂപ്പിസമോ ഉണ്ടായേക്കാം. എങ്കിലും ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ കഴിവും ഗ്രഹബലവും കൊണ്ട് അത്തരം പ്രതിസന്ധികളെ നിങ്ങൾ വിജയകരമായി അതിജീവിക്കും. മകരം രാശിക്കാരായ ബിസിനസ്സുകാർക്ക് ഈ മാസം വളരെ മികച്ച ഫലങ്ങളാണ് കാത്തിരിക്കുന്നത്. ബിസിനസ്സിനെ സഹായിക്കുന്ന ബുധൻ, ചൊവ്വ, ശനി എന്നീ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത്. ബിസിനസ്സിൽ നിന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ലാഭം നേടാൻ സാധ്യതയുണ്ട്.
പുതിയ ഓർഡറുകൾ ലഭിക്കാനോ ബിസിനസ് വിപുലീകരിക്കാനോ ഈ മാസം മികച്ചതാണ്. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബിസിനസ്സിലെ തടസ്സങ്ങൾ മാറി സാമ്പത്തികമായ വലിയ പുരോഗതി ഈ മാസം പ്രതീക്ഷിക്കാം. മകരം രാശിക്കാർക്ക് മെയ് മാസം സാമ്പത്തികമായും തൊഴിൽപരമായും വളരെ മികച്ചതാണ്. മെയ് 15 ശേഷമുള്ള സമയം നിക്ഷേപങ്ങൾക്കും പുതിയ തുടക്കങ്ങൾക്കും ഏറ്റവും അനുയോജ്യമാണ്. ജോലിസ്ഥലത്തെ ചെറിയ തർക്കങ്ങളിൽ ഇടപെടാതെ സ്വന്തം ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ സ്ഥാനം മാറുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ തടസ്സങ്ങൾ നീക്കാനും മനസ്സിനും ശരീരത്തിനും കൂടുതൽ ഊർജം ലഭിക്കാനും ഇനി പറയുന്ന ലളിതമായ കാര്യങ്ങൾ ശീലിക്കാവുന്നതാണ്. മകരം രാശിയുടെ അധിപൻ ശനിയായതുകൊണ്ട് തന്നെ ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നത് ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ദിവസവും ശനീശ്വര സ്തോത്രം 108 തവണ ജപിക്കുക. ഇത് നിങ്ങളുടെ ജോലിയിലെ അലസത മാറ്റാനും കൃത്യസമയത്ത് തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കും. ഈ മാസം നിങ്ങളുടെ ബുധനെയും വ്യാഴത്തെയും ശക്തിപ്പെടുത്തേണ്ടത് വിജയത്തിന് അത്യാവശ്യമാണ്. എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ഭക്തിയോടെ കേൾക്കുകയോ ചൊല്ലുകയോ ചെയ്യുക. വിഷ്ണു സഹസ്രനാമം കേൾക്കുന്നത് നിങ്ങളുടെ ബുദ്ധിശക്തിയെ ഉണർത്തുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുകയും ചെയ്യും. കൂടാതെ 6ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും തടസ്സങ്ങളും കുറയ്ക്കാൻ ഇത് വളരെ സഹായിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. ഫലദീപിക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.